കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യാൽ ക്രൈസ്റ്റ് ബ്ലസ്സസ് ചാനലിലൂടെ സാക്ഷ്യം പറയുവാൻ സർവശക്തനായ ദൈവം നൽകിയ ഈ വലിയ ഭാഗ്യത്തിനായി ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ നന്ദി കരയേറ്റുന്നു. എൻ്റെ പേര് പാസ്റ്റർ ചന്ദ്രപ്രസാദ്. ഞാൻ ഡൽഹിയിൽ തുഗ്ലക്കാബാദ് എന്ന് പറയുന്ന ദേശത്ത് കർത്താവിൻ്റെ സുവിശേഷ വേലയിലായിരിക്കുന്നു. എനിക്ക് ഭാര്യ ഉണ്ട്, സജിത. അദ്ദേഹം മണക്കാല സെമിനാറിൽ നിന്ന് BTH കഴിഞ്ഞ് ഞങ്ങൾ കുടുംബമായി അവിടെ ആയിരിക്കുന്നു. എനിക്ക് ദൈവം 3 മക്കളെ ദാനമായിട്ട് നൽകി. മൂത്ത മോൻ അനുഗ്രഹ്, രണ്ടാമത്തെ മോള് മന്ന, മൂന്നാമത്തത് മഹിമ. ഞങ്ങൾ കുടുംബമായിട്ട് എല്ലാവരും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടതെല്ലാം ഒരു ഹൈന്ദവ കുടുംബത്തിലാണ്. ഞങ്ങൾക്ക് അപ്പനും അമ്മയും ഞങ്ങൾ 3 സഹോദരങ്ങളുമായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ പിതാവ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ആ കാരണത്താൽ വളരെ കഷ്ടതയിലും വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് ഞങ്ങളുടെ മാതാവ് ഞങ്ങളെ 3 പേരെ വളർത്തിയത്. ഞങ്ങൾ 3 ആൺമക്കളാണ്. ഞാൻ ഏറ്റവും ഇളയ ആളാണ്. ഞങ്ങൾ അപ്പനില്ലാത്ത ഭവനത്തിൽ പൊതുവെ കണ്ടുവരുന്നത് പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ ആരും അമ്മ പറയുന്നത് അനുസരിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അനുസരിക്കുകയോ അങ്ങനെയൊന്നുമില്ല. സ്വന്തം ഇഷ്ടപ്രകാരം 3 സഹോദരങ്ങളുമായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളും വലിയ അപകടങ്ങളും ഒക്കെ കടന്നു പോകുന്നുണ്ട്. ഞാൻ ഓർക്കുന്ന ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ നടന്ന വലിയ 2 അപകടങ്ങൾ, എനിക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത അപകടം, മരിച്ചു പോകേണ്ടതായ അപകടങ്ങൾ. എന്നാൽ അന്നൊന്നും അറിയില്ലായിരുന്നു. അതിൽ നിന്നൊക്കെ ഞങ്ങൾ രക്ഷപ്പെട്ടപ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരങ്ങളായിരുന്നൊന്നും അന്ന് അറിയത്തില്ലായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്ന എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നായിരുന്നു. മൺകട്ടകൾ കൊണ്ടുണ്ടാക്കി ഓലമേഞ്ഞ ചെറിയ ഒരു ഭവനത്തിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഒരു രാത്രിയിൽ വലിയ മഴയുണ്ടായി. അപ്പം ഞാനും എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനുമായിട്ട് ഒരു റൂമിലിങ്ങനെ ഞങ്ങൾ കിടക്കുന്നു. മറ്റേ റൂമിൽ അമ്മ. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് രാത്രിയിൽ ഭയങ്കരമായ മഴ. എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇടിയും മഴയും. അപ്പം ആ മഴയെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഉള്ള ഒരു കൈലി, ഞങ്ങൾ 2 ചേട്ടനും അനിയനും കൂടെ അതിനകത്ത് ചുരുണ്ടുകൂടി ഞങ്ങൾ കിടക്കുകയാണ്. പിറ്റേന്ന് രാവിലെ ആയപ്പം രാവിലെ തന്നെ പെട്ടെന്ന് സൂര്യപ്രകാശം ഞങ്ങളുടെ റൂമിനകത്തേക്ക് കയറി. ഞങ്ങൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ മേൽക്കൂര നിപ്പുണ്ട് അവിടെ, പക്ഷേ ഒരു സൈഡിലെ ഭിത്തിയില്ല. അപ്പം മഴ പെയ്തിട്ട് ആ മണ്ണിലേക്ക്, ആ ഭിത്തിയിലേക്ക് വെള്ളം വീണിട്ട് ആ ഒരു സൈഡിലുള്ള ഭിത്തി ഇടിഞ്ഞ് നേരെ അങ്ങ് പുറത്തോട്ട് വീണ്. ഞാൻ ചിന്തിക്കും, അത് അകത്തോട്ട് വീണിരുന്നെങ്കിൽ ഞങ്ങൾ 2 പേരും തത്സമയം തന്നെ മരണപ്പെടുമായിരുന്നു. എന്നാൽ ദൈവം ഞങ്ങളെ മുന്നമേ കണ്ടതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു അപകടം ഉണ്ടായില്ല. അതിനുശേഷം ഞങ്ങൾ വളരെയധികം അപകടങ്ങളിലൂടെ ഞാൻ ഓർക്കുന്ന, ഞാൻ എൻ്റെ പഠിത്ത സമയത്ത് തന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ മാതാപിതാക്കളെ ഒന്നും അനുസരിക്കാത്ത ഒരു സ്വഭാവമായിരുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഒരു സാമ്പത്തികം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു പൈസാക്കാരനാവണം എന്നുള്ള ഒരു കുട്ടിനാളം മുതൽ ഒരു വലിയ ആഗ്രഹം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും എപ്പോഴും വലിയ താല്പര്യത്തോട് നടക്കുമായിരുന്നു. എന്തും ചെയ്യും. അങ്ങനെ പല ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കും, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഈ തോടുകപ്പലിൻ്റെ ഒക്കെ വിറ്റ് പൈസ ഉണ്ടാക്കാൻ നടക്കുമായിരുന്നു. ആ തോടുകപ്പലിൻ്റെ വിൽക്കും. അത് കഴിഞ്ഞിട്ട് പണ്ടത്തെ കപ്പലിൻ്റെ മുട്ടായി അതുപോലുള്ള സാധനങ്ങളൊക്കെ, കേക്കൊക്കെ കൊണ്ടു നടന്ന് ഇങ്ങനെ വിൽക്കുമായിരുന്നു. പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കുട്ടിക്കാലത്ത് തന്നെ. അതൊക്കെയെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, എനിക്ക് 10 വയസ്സൊക്കെ ഉള്ള സമയങ്ങളിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം പൈസ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം ചില തരികിട പണികളൊക്കെ കാണിക്കുന്നൊരു സുഹൃത്തായിരുന്നു. അങ്ങനെ അദ്ദേഹവുമായിട്ട് വലിയ കൂട്ടായി. അങ്ങനെ പല രീതിയിലും 2ാം നമ്പർ പരിപാടികളൊക്കെ കാണിക്കുവാൻ പോയി. അതിലിങ്ങനെ എൻ്റെ സുഹൃത്തിനെ പോലീസ് പിടിച്ചു. അങ്ങനെ ഒരു വിധത്തിൽ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായി. ഞാൻ ആ കേസുകളും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല. അങ്ങനെ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായിട്ട്
ഞാൻ എൻ്റെ അമ്മയുടെ ആങ്ങളമാർ ഗുജറാത്തിലുണ്ടായിരുന്നു. അവരെ വിളിച്ചു വരുത്തി അവരെ കൂടെ എന്നെ ഗുജറാത്തിലേക്ക് പറഞ്ഞു വിട്ടു. അമ്മയുടെ വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ രക്ഷപ്പെടും, അവിടെ പോയി നല്ലൊരു മോനായി മടങ്ങി വരുമെന്നൊക്കെ അമ്മ പ്രതീക്ഷിച്ചാണ് എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടെ. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പം എൻ്റെ അമ്മാവന്മാർ എൻ്റെ സാക്ഷിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പം അമ്മാവന്മാർ പറഞ്ഞേട്ടാ ഇവൻ കൊള്ളാമല്ലേ, അങ്ങനെ എന്നെ അവരുടെ ഒരു 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 എന്തു പറഞ്ഞു ഒരു നേതാവാക്കി അവർ മാറ്റി. അങ്ങനെ അവിടെയും എല്ലാവിധ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഞാൻ റീട്രേഡിങ്ങിൻ്റെ പണി പഠിച്ചു, ഈ ടയറിൻ്റെ പഞ്ചറിൻ്റെ പണി പഠിച്ചു, അതുപോലെ തന്നെ വർക്ക്ഷോപ്പിൻ 2 വീലറിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ പോയി കുറേ നാൾ നിന്ന് അങ്ങനെ അതിൻ്റെ പണി പഠിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ചില കടകളൊക്കെ ഇട്ട് അതുപോലെ ഒരു ചെറിയ റീട്രേഡിങ്ങിൻ്റെ ഫാക്ടറി തുടങ്ങി. അങ്ങനെ പല രീതിയിലും പല കാര്യങ്ങളും ചെയ്ത് ഒരുപാട് പണം ഞാൻ എനിക്കൊന്ന് 18 വയസ്സുള്ള സമയങ്ങളിൽ ഞാൻ സമ്പാദിച്ചു. ആ സമയത്ത് തന്നെ ഈ ഗുജറാത്തിൽ ഗുജറാത്ത് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ മദ്യമൊന്നും ഓപ്പണായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമല്ല. എന്നാൽ ഏറ്റവും കൂടുതൽ ഈ 2ാം നമ്പർ മദ്യം കിട്ടുന്ന ഒരു സ്ഥലവുമാണത്. അപ്പോൾ അവിടെ ഇങ്ങനെ മദ്യമൊക്കെ കൊണ്ടുവരും, അത് വിൽക്കുന്ന അവരുടെ ഗ്രൂപ്പിലായി. അങ്ങനെ ഒരുപാട് കുട്ടിക്കാലത്ത് തന്നെ ഞാൻ ആഗ്രഹിച്ചതിനും അപ്പുറമായിട്ട് എനിക്ക് സാമ്പത്തികം ഉണ്ടാക്കുവാൻ കഴിഞ്ഞു. എന്നാൽ 1 രൂപ പോലും പ്രയോജനപ്പെട്ടില്ല. അത് 1 രൂപ പോലും വീട്ടിൽ അയക്കുകയോ അല്ലെങ്കിൽ ആർക്കും കൊടുക്കത്തില്ല. ഒരു 18 വയസ്സ് ഉള്ള ഒരു ചെറുപ്പക്കാരനാരെ അനുസരിക്കാതെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ കുറേ പൈസ വരുമ്പം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം പോകുന്നത്, ആ ഒരു ലെവലിൽ ആ മൊത്ത പൈസയും നശിപ്പിക്കുകയും അങ്ങനെ ഇഷ്ടപ്രകാരം ജീവിക്കുക. അപ്പം എന്നെപ്പറ്റി എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നൊരു സാക്ഷ്യമുണ്ട്. പാകിസ്ഥാൻ സുധരേക യേ നഹി സുധർനെ വാല എന്ന് വെച്ചാൽ പാകിസ്ഥാനികൾ ഒരിക്കലും നന്നാവത്തില്ല, എന്നാൽ പാകിസ്ഥാനികൾ നന്നായാൽ പോലും ഇവൻ ഒരിക്കലും നന്നാകത്തില്ല. അങ്ങനെ എന്നെക്കുറിച്ച് അവർ സാക്ഷ്യം പറഞ്ഞു. എന്നാൽ ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം എന്നെ പൂർണ്ണമായിട്ട് മാറ്റി. ഞാനിപ്പോഴും പലപ്പോഴും പറയാറുണ്ട്, ഞാൻ പലപ്പോഴും പഞ്ചാബിലും അതായത് പാകിസ്ഥാൻ്റെയൊക്കെ ബോർഡർ സ്ഥലങ്ങളിലൊക്കെ പോയി എനിക്ക് പ്രസംഗിക്കുവാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. ഞാൻ പറയാറുണ്ട്, പാകിസ്ഥാൻ തോ വൈസേക്ക് വൈസേ ഹേ പരമേശ്വരനെ മുജേ ബദൽ ദിയ. പാകിസ്ഥാൻ ഇന്നും അങ്ങനെയാണ്, എന്നാൽ ദൈവം എന്നെ മാറ്റി, യേശു എന്നെ മാറ്റിയെന്ന് ഞാനിങ്ങനെ സാക്ഷ്യം പറയാറുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഒരു മനുഷ്യനാലും ഒരു മാറ്റവും ഇല്ലാതിരുന്ന എന്നെ യേശു മാറ്റുവാനെ കൊണ്ട് ഇടവന്നു. ഇതിൻ്റെയൊക്കെ പിന്നിലത്തെ ഒരു വലിയ യാഥാർത്ഥ്യമെന്ന് പറയുന്നത്, ഞാൻ ഗുജറാത്തിലായിരിക്കുന്ന സമയത്ത് എൻ്റെ ജ്യേഷ്ഠൻ കൊട്ടാരക്കരയിൽ സെൻറ്റ് ഗ്രിഗോറിയസ് എന്ന് പറയുന്ന കോളേജിൽ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ യൂത്തിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീമുണ്ടായിരുന്നു. അങ്ങനെ അവർ യേശുവിനെക്കുറിച്ച് ജ്യേഷ്ഠനോട് പറയുകയും ജ്യേഷ്ഠൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം താൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. അതിനുശേഷം മണക്കാലയിൽ ബൈബിൾ കോളേജിൽ താൻ പഠിക്കാൻ പോയി. ആ സമയങ്ങളിലൊക്കെ ഞാൻ ഗുജറാത്തിലായിരുന്നു. അദ്ദേഹം നിരന്തരമായിട്ട് എനിക്ക് കത്തുകൾ എഴുതാറുണ്ടായിരുന്നു, നീ മാനസാന്തരപ്പെടണം, നിൻ്റെ പാപവഴികളെ ഉപേക്ഷിക്കണം. അന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് സുവിശേഷ വേല എന്ന് പറയുന്നത് ഈ മടിയന്മാരല്ലെങ്കിൽ ജോലി ചെയ്യാതെ ജീവിക്കാൻ ഒരു ജരിയ അല്ലെങ്കിൽ ഒരു മാധ്യമം കണ്ടെത്തുക എന്നുള്ള ചിന്തയായിരുന്നു. എന്നാൽ പിന്നീടാണ് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഞാൻ അന്നൊക്കെ ജ്യേഷ്ഠനെയൊക്കെ ഒത്തിരി വഴക്കൊക്കെ പറയുമായിരുന്നു, എന്തുവാ നീ കാണിക്കുന്നത്, നീ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നീ ഇവരുടെ കൂടെ കൂടിയത്, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. എന്നാൽ ഞാനിങ്ങനെ ഗുജറാത്തിലായിരിക്കുന്ന സമയത്ത് ജ്യേഷ്ഠനും അമ്മയും, ജ്യേഷ്ഠനും രക്ഷിക്കപ്പെട്ടതിന് ശേഷം അമ്മയും രക്ഷിക്കപ്പെട്ടു. അമ്മയും ജ്യേഷ്ഠനും എവിടെ പോയാലും അവർ ഞങ്ങളെക്കുറിച്ച് എന്നെക്കുറിച്ച് പ്രത്യേകം പറയും. ഞങ്ങൾക്കൊരു മകനുണ്ട്, നിങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കണം, ഒരു മുടിയനായ പുത്രനാണ്, അവന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ഈ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു പ്രാർത്ഥന റിക്വസ്റ്റ് അമ്മയും ജ്യേഷ്ഠനും കൊടുക്കാറുണ്ട്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ആ അമ്മയുടെയും ജ്യേഷ്ഠൻ്റെയും ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ സാക്ഷ്യം പറയുന്നത്. അവർ നിരന്തരമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഞാനിപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നതും മാതാപിതാക്കളോടും മക്കളോടും ഒക്കെ ഞാൻ പറയാം, നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും അത് വൃഥാവായി പോകത്തില്ല. നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും നിങ്ങളത് നിരാശപ്പെടരുത്. അത് 1 വർഷമോ 2 വർഷമോ 5 വർഷമോ 10 വർഷമോ ആയെങ്കിലും നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അതിൻ്റെ മറുപടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നൽകും. നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, ദൈവം തീർച്ചയായിട്ടും അതിൻ്റെ മേളിൽ അത്ഭുതം പ്രവർത്തിക്കും. കാരണം എൻ്റെ മാതാവും എൻ്റെ ജ്യേഷ്ഠനും 6 വർഷക്കാലം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഹൃദയം
മാറുവാനെ കൊണ്ട് ഇട വന്നു. ഞാൻ ചിന്തിച്ചിരുന്നത് ഞാൻ മരിച്ചാലും ജീവിച്ചാലും ഗുജറാത്തിൽ തന്നെ ആയിരിക്കുമെന്ന് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ എൻ്റെ മാതാവിൻ്റെയും എൻ്റെ ജ്യേഷ്ഠൻ്റെയും പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ടായി, എനിക്ക് എൻ്റെ ജ്യേഷ്ഠനെ ഒന്ന് കാണണം, എൻ്റെ അമ്മയെ ഒന്ന് കാണണം എന്നെനിക്കൊരു മനസ്സിൽ ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞാൻ ഒരു സമയത്ത് ഞാൻ ഗുജറാത്തിൽ നിന്നും കേരളത്തിലോട്ട് വരും. അതിൻ്റെ പിന്നിൽ കാരണമുണ്ട്. ഞാൻ എൻ്റെ ബിസിനസ്സൊക്കെ പൊട്ടിപ്പോയി. ഞാനൊരു വലിയൊരു ഡ്രഗ് അഡിക്റ്റായിട്ട് മാറി. ഞാനൊരു എന്തു പറയുന്നത് ഒരു മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒരു അടിമയായിട്ട് മാറി. അഹങ്കാരിയായിട്ട് നടക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിനകത്ത് ആരോ എന്നോട് സംസാരിച്ചു, നീ പോകണം, നിൻ്റെ അമ്മയും ജ്യേഷ്ഠനെയും ഒന്ന് കാണണമെന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ തന്നു. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയും ജ്യേഷ്ഠനെയും കാണുവാനെ കൊണ്ട് ഞാൻ വരികയാണ്. എന്നാൽ അതിന് മുന്നമേ എൻ്റെ ജീവിതത്തിൽ 1-2 പ്രാവശ്യം ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. എൻ്റെ ഒരു പ്രാവശ്യം മരിക്കുവാനെ കൊണ്ട് ഞാൻ എൻ്റെ ഞരമ്പ് കട്ട് ചെയ്തു. ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു വലിയ വണ്ടിയുടെ ആയിട്ട് ആക്സിഡൻ്റായി മരിക്കാൻ നോക്കി. പക്ഷെ അവിടെ ഒന്നും സംഭവിച്ചില്ല. അതൊക്കെ ദൈവം മുന്നമേ കണ്ടതുകൊണ്ട് ദൈവം അവിടെ എല്ലാം തൻ്റെ ദൂതന്മാരെ ഓരോരുത്തരെ അയച്ച് എന്നെ തക്ക സമയത്ത് തന്നെ വിടുവിക്കുകയും എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ കരങ്ങളായിരുന്നു. അങ്ങനെയിരിക്കും ഞാൻ നാട്ടിലോട്ട് വരികയാണ്. നാട്ടിൽ ഒരു മനുഷ്യരുടെ അടുത്തും പറയാതെ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ബാഗും കുറച്ച് തുണിയും മറ്റ് സാധനങ്ങളും എല്ലാം എടുത്ത് ഞാൻ ട്രെയിനിൽ കയറി. അതൊരു ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി ഞാൻ ഇരിക്കുകയാണ്. ഇപ്പം എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും ഞാൻ മദ്യമോ മയക്കുമരുന്നോ ഒക്കെ എൻ്റെ കയ്യിൽ കാണും. അങ്ങനെ ഞാൻ അന്ന് മദ്യമൊക്കെ എൻ്റെ കുപ്പി എൻ്റെ ബാഗിനകത്തുണ്ട്. ഞാൻ ട്രെയിനിൽ ലോക്കൽ കയറി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒരുപാട് ഈ എറണാകുളത്ത് ജോലിക്ക് വരുന്ന അനേക നോർത്ത് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. അവരെല്ലാം ഇങ്ങനെ ഈ സീറ്റുകളെല്ലാം അവർ കബ്ജ ചെയ്ത് വെച്ചിരിക്കുക, അവരതിനെല്ലാം പിടിച്ചടക്കി വെച്ചിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നി ഈ കുറേ പേര് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ നിൽക്കുന്നവരെല്ലാം ആ ചെയറുകളിലൊക്കെ ഇരിക്കുന്നവരെല്ലാം നിർത്തണമെന്നൊക്കെ ഒരു മനസ്സിലുണ്ടായി. അങ്ങനെ ഈ മദ്യവും കുടിച്ചു. കഴിഞ്ഞപ്പോഴത്തേനും അവരെല്ലാം അതിനകത്തുനിന്ന് ഇറക്കി. ഞാനിവരെയൊക്കെ ഇരുത്തി, ഈ നിന്നവരെല്ലാം അവിടെ ഇരുത്തി, അവന്മാരെല്ലാം ഇറക്കി താഴെ നിർത്തി. അങ്ങനെയൊക്കെ കുറേ ഗുണ്ടായിസമൊക്കെ ആ ട്രെയിനകത്ത് കാണിച്ചു. പിന്നീട് എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നീട് നടന്നതെന്ന് പറഞ്ഞാൽ എന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് എടുത്ത് എറിഞ്ഞതായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ ഗോവയിൽ മഡ്ഗാവ് എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ അന്ന് പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നത് ആ സ്റ്റേഷൻ്റെ ഏകദേശം ഒരു കിലോമീറ്ററോളം അപ്പുറത്ത് ഒരു കാട്ടിൽ നിന്നാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നത്. കാട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ ഈ കൈയുടെ ഈ ഭാഗത്ത് ഇതെല്ലാം സ്കിന്നെല്ലാം ഇളവി രക്തത്തിൽ കിടക്കുകയായിരുന്നു ഞാൻ. പക്ഷേ വേറെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ആ ട്രെയിനിനകത്ത് വഴക്കുണ്ടാക്കിയത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം എന്തോ നടന്നതെന്നൊന്നും ഇന്നും എനിക്കത് ഓർമ്മയില്ല. പക്ഷേ ദൈവത്തിൻ്റെ വലിയ കരുണ എനിക്ക് എൻ്റെ ആ ഒരു വലിയ അപകടത്തിൽ നിന്നും സർവശക്തനായ ദൈവം എന്നെ വിടുവിച്ചു. അതൊരു ദൈവത്തിൻ്റെ കരുണ. ഞാൻ പിന്നീട് ഒരിക്കൽ ഞാൻ ഒരേ സ്റ്റേജിൽ ഞങ്ങളൊരു 3 പേര് സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. ആ 3 പേര് സാക്ഷ്യം പറയാനുള്ളതിൽ 2 ദൈവദാസന്മാർക്ക്, ഒരാൾക്ക് ഇടത്തെ കാലില്ല, ഒരാൾക്ക് വലത്തെ കാലില്ല. അപ്പം ഞാനും ഉണ്ട്. അപ്പം ഈ രണ്ട് പേരും ട്രെയിനിൽ നിന്ന് വീണവരാണ്. ഒരു ദൈവദാസൻ ട്രെയിനിൽ നിന്ന് വീണ് അദ്ദേഹത്തിൻ്റെ വലത്തെ കാല് മുറിക്കപ്പെട്ടു പോയി. അതിനുശേഷമാണ് അദ്ദേഹം രക്ഷിക്കപ്പെടുന്നത്. ഒരാളുടെ വലത്തെ കാല് പോയിട്ട് അതും അദ്ദേഹത്തിൻ്റെയും ട്രെയിനിൽ നിന്ന് വീണ് പോയി. അതിനുശേഷമാണ് അദ്ദേഹവും രക്ഷിക്കപ്പെട്ടത്. ഞാൻ അന്നേരം ദൈവത്തിന് അവിടെ സ്തോത്രം പറഞ്ഞു, കർത്താവേ ഞാനും ട്രെയിനിൽ നിന്ന് വീണായിരുന്നു, എൻ്റെ കൈയും കാലും ഒന്നും പോകാതെ ദൈവമേ നീ എന്നെ പരിപാലിച്ചല്ലോ, അതൊന്നും പോകാതെ തന്നെ സർവശക്തനായ ദൈവത്തെ അറിയുവാൻ എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തെ ഒത്തിരി നന്ദി കരയറ്റി, ഒത്തിരി സ്തുതിച്ചു. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലെത്തുന്നു. ഞാൻ നാട്ടിലെത്തുന്ന സമയത്ത് ഞാൻ നാട്ടിൽ വന്നു കഴിയുമ്പോഴത്തേന് എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എൻ്റെ ബാഗും പൈസയെല്ലാം ഞാൻ ട്രെയിനിലായിരുന്നു, അതെല്ലാം എൻ്റെ നഷ്ടമായി. എൻ്റെ പേഴ്സ് ഉള്ളതിനകത്ത് കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരു വിധത്തിൽ നാട്ടിലെത്തിയത്, കൊട്ടാരക്കര എത്തിയപ്പം എനിക്ക് നാണക്കേട് കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാതെ നീലേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്, അവിടെ ഞാൻ ഇരിക്കുക. അവിടെ ഞാൻ ഇരിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾ എന്ന് ചേട്ടനോട് പറഞ്ഞിങ്ങനെ പ്രസാദ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ചേട്ടൻ ഓടി വന്നു, എന്നെ വിളിച്ചു. അപ്പോൾ എൻ്റെ കൈയൊക്കെ ഞാനിങ്ങനെ കെട്ടിയിട്ടേക്കുമായിരുന്നൊരു ഇവിടുത്തെ മാംസമൊക്കെ പോയതുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടേക്കും. അപ്പം ജ്യേഷ്ഠൻ വന്ന് എന്നെ ഭയങ്കര കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നു. ഞാൻ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു കുഴപ്പമില്ല. അങ്ങനെ എന്നെ നേരെ കൊണ്ടുപോയി എനിക്ക് ഒരു പുതിയ പാൻറ്റും ഒരു പുതിയ ഉടുപ്പും ഒക്കെ വാങ്ങി തന്ന് അദ്ദേഹം വീട്ടിലോട്ട് കൊണ്ടുപോയി. കാരണം പിറ്റേ ദിവസം എൻ്റെ ജ്യേഷ്ഠൻ്റെ വിവാഹം, ഞാനിതൊന്നും അറിയാതെ ഭവനത്തിലേക്ക് ചെല്ലുന്നത്. പിന്നെ ജ്യേഷ്ഠൻ്റെ വിവാഹത്തിന് ചെല്ലുന്നു. വിവാഹം വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അവരുടെ വിവാഹമായിരുന്നു, ഒരു പെന്തക്കോസ് വിവാഹമായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെല്ലുന്ന അന്നും ഈ ചെറിയ മീശയൊക്കെ ഉണ്ട്, ആ മീശയൊക്കെ മേളിലോട്ട് പിരിച്ചു വെച്ച് കൈയൊക്കെ ഇവിടെ വരെ മടക്കി വെച്ചൊരു
ഒരു ഒരു എന്തു പറയുന്നത് ഒരു ലോകമനുഷ്യനെ പോലെ അല്ലെങ്കിൽ ഒരു ഗുണ്ട സ്റ്റൈലിൽ ഇങ്ങനെ നടക്കുന്ന ഇതായിരുന്നു. അന്നേരം ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നു കല്യാണത്തിന് ചെന്നപ്പം പല അമ്മച്ചിമാരും വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ടോ. അപ്പം ജ്യേഷ്ഠൻ പറഞ്ഞു എല്ലായിടത്തും പറഞ്ഞു എൻ്റെ അനിയൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും പല അമ്മച്ചിമാരും വന്ന് കെട്ടിപ്പിടിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞ് മോനെടാ നിനക്ക് വേണ്ടി എത്ര നാളായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവാന്ന് അറിയാമോ. അപ്പോൾ എനിക്കൊരു വലിയ ഒരു സന്തോഷം. എല്ലാവരും എന്നെ ഭയങ്കര പരിചയക്കാരെ പോലെ എല്ലാവരും വന്ന് എന്നെ പരിചയപ്പെട്ട മോനെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ വീട്ടിലായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ എന്നും 10 മണിയൊക്കെ ആയിട്ടാണ് വീട്ടിൽ കയറുന്നത്. പക്ഷേ ഒരു ദിവസം എന്തോ മദ്യപിച്ച് ഒത്തിരി കൂടുതലായി. അങ്ങനെ അവരെല്ലാം പറഞ്ഞ് കയറി പോകുമ്പോൾ പോലീസ് വരും. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് കയറി വരുന്ന സമയം 7 മണി 8 മണി സമയം അവരിങ്ങനെ വീട്ടിൽ ഭയങ്കര പ്രാർത്ഥന നടക്കുന്നു. അപ്പം ആരാധനയും പാട്ടും ഒക്കെ പാടി. അപ്പം ഞാൻ പറഞ്ഞ് ഈ വീട്ടിൽ അങ്ങനെ പാട്ടും ആരാധനയൊന്നും പറ്റത്തില്ല. നിങ്ങൾക്ക് പാട്ട് പാടണം ആരാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ വീടുകൾ കണ്ടെത്തണം. ഇത് എൻ്റെതാ, ഇവിടെ ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ജ്യേഷ്ഠനും ജ്യേഷ്ഠതയും അവർ പൂവറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവരൊരു സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ആ സ്ഥലത്തേക്ക് തന്നെ പിറ്റേന്ന് രാവിലെ തന്നെ പോയി അവിടെ ഒരു റൂം കണ്ടെത്തി അവരവിടേക്ക് മാറി. അങ്ങനെ പിന്നെ ഞാനും അമ്മയും മാത്രം. അങ്ങനെ പിന്നെയും നമ്മുടെ പഴയ സ്വഭാവങ്ങളും പഴയ രീതി കള്ളുകൂടിയും ബഹളവും അടിയും കേസും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുക. അങ്ങനെ ഒരു ദിവസം ഒരു പ്രശ്നമില്ലായിരിക്കുമ്പം ചിറ്റപ്പനൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ ആ വഴിയിലൂടെ മേളിലോട്ട് കയറി പോകുന്നത് ആ വഴി മുള്ളുവേലി കെട്ടിയങ്ങ് അടച്ചു. പിന്നെ പ്രശ്നം ഉണ്ടാക്കാൻ പ്രത്യേകിച്ചൊന്നും വേണ്ട. അവർ വടിയായിട്ട് വന്നു, അടിയായി, പോലീസ് കേസായി. അങ്ങനെ രാവിലെ 2-3 പ്രാവശ്യം പോലീസ് വന്നു. അങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം ജ്യേഷ്ഠൻ വന്നിട്ട് പറഞ്ഞു എടാ മോനെ നീ കുറച്ച് ദിവസം എൻ്റെ കൂടെ വാ, എൻ്റെ കൂടെ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം താമസിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സത്യത്തിൽ ഒളിച്ചിരിക്കാനാണ്, ഈ പോലീസ് വന്നതുകൊണ്ട് ഒളിച്ചിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെ ഞാൻ പോയത്. അങ്ങനെ ഞാൻ ജ്യേഷ്ഠൻ്റെ കൂടെ പോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു നീ തമ്പാക്ക് വെക്കുകയോ സിഗരറ്റ് വലിക്കുകയോ എന്തും ചെയ്തോ, പക്ഷേ നീ പുറത്തൊന്നും ചെയ്യരുത്. നിനക്ക് ഞാൻ ഒരു റൂം തരാം, ആ റൂമിൽ തന്നെ അകത്തിരുന്ന് എന്തെങ്കിലും ചെയ്യാവോ, അല്ലെങ്കിൽ എനിക്കിവിടെ ഒരു പേരുണ്ട്, അത് നീ എന്നെ നശിപ്പിക്കരുത്. ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്നുള്ള. അങ്ങനെ കുറേ നാൾ അവിടെ താമസിച്ചു. ആ താമസിച്ച സമയത്തെല്ലാം വരുന്നവരെല്ലാം അവരുടെ സാക്ഷ്യങ്ങൾ എന്നോട് പറയുമായിരുന്നു, അവർ യേശുവിനെക്കുറിച്ചും അവർ രക്ഷിക്കപ്പെട്ട കാര്യങ്ങളെ. അപ്പം കുറേയൊക്കെ ഞാൻ കേൾക്കും, കുറേയൊക്കെ തലയ്ക്ക് മുകളിലൂടെ അങ്ങ് പോകും. അങ്ങനെ അവർ ഏറ്റവും കൂടുതൽ എന്നിലുണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പിശാചിനെ കുറിച്ച് ഒരു വലിയ ബോധ്യം എന്നിലേക്കുണ്ടായി. അങ്ങനെ നിന്നെ കൊണ്ട് ഈ കള്ളു കുടിപ്പിക്കുന്നതും ഇതൊക്കെ ചെയ്യുന്ന പിശാചാണെന്ന് പറഞ്ഞ് എൻ്റെ ഉള്ളിലൊരു പേടി, സത്യം അന്ന് വരെയും പേടിയൊന്നുമില്ലാതെ നടന്നൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ഒരു വലിയ പേടി എന്നിലുണ്ടായി. ഒരു ദിവസം ഞാനിങ്ങനെ അത്രയോ എനിക്കൊന്നൊരു 3ഓളം മാസം ഞാൻ അവിടെ താമസിച്ചെങ്കിലും ഒരൊറ്റ ദിവസം പോലും അവരുടെ ഞാൻ പ്രാർത്ഥനയിൽ പോയിട്ടില്ല. പക്ഷേങ്കിൽ ഒരു ദിവസം എനിക്ക് തന്നിരുന്ന റൂമിൽ ഞാനിങ്ങനെ കിടക്കുകയാണ്. കിടന്നുകൊണ്ട് ഞാൻ സിഗരറ്റ് വലിക്കുക. സൺഡേ ദിവസമാണ്, സൺഡേ വലിയ ആരാധന നടക്കും അവിടെ ഒരു 10-25 പേര് കൂടി വരുന്നുണ്ട്. അതെല്ലാം ഹിന്ദു മാർഗ്ഗത്തിൽ നിന്നുള്ള രക്ഷിക്കപ്പെട്ട് വന്നവരാണ്. അവരെല്ലാം വളരെ ശക്തമായിട്ട് അന്യഭാഷ ദൈവത്തെ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ റൂമിലിരുന്ന് ഇങ്ങനെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെ സിഗരറ്റ് വലിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുമ്പം ഞാൻ കാണുന്ന ഒരു വലിയ രൂപം വന്നിട്ട് എൻ്റെ റൂമിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക, ഒരു പൈശാചികമായൊരു രൂപം. എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്രയും പേടിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പൈശാചിക രൂപം വന്ന് നിൽക്കുന്നു. അപ്പം ഞാൻ ഇതിനെ കണ്ടിട്ട് പേടിച്ച് ഞാൻ ഓടി. ഇത് എൻ്റെ അകത്തുനിന്നുള്ള പിശാച് വിട്ടുപോയതാണോ എന്തുവാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഈ പിശാചിനെ കണ്ടിട്ട് ഞാൻ ഓടി ഇവരുടെ സഭയ്ക്കകത്ത് ചെന്ന് കയറി, ആരാധന നടക്കുന്ന ആ ഹാളിലോട്ട് ചെന്ന് കയറിയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഹല്ലേലൂയ സ്തോത്രമെന്ന് ഇങ്ങനെ ഉറക്കെ വിളിച്ചു. കാരണം ഞാൻ 3 മാസം അവിടെ താമസിച്ച് ഞാൻ ആകെ മനസ്സിലാക്കിയ ഒരു കാര്യം ഹല്ലേലൂയ സ്തോത്രം. അവർ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോഴൊക്കെ ഹല്ലേലൂയ സ്തോത്രവും പറയും. അതാണ് ഞാൻ ഇതെന്തുവാണെന്ന് പോലും സത്യത്തിൽ എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ ഉറക്കെ ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞു. ഈ ഹല്ലേലൂയ സ്തോത്രം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു സംഭവം അങ്ങ് പൂർണ്ണമായിട്ടങ്ങ് വിട്ടുപോയി. അപ്പം ഞാൻ പറയേണ്ടത് നമ്മൾ എന്തു പറയുന്നത് ഒരു കാഗജ് സമാനം എന്ന് വെച്ചാൽ ഒരു പേപ്പറിന് തുല്യമായിട്ട് ഞാനിങ്ങനെ വായുവിൽ പറന്നു പോകുന്ന ഒരു അനുഭവത്തിലേക്ക് അങ്ങ് മാറി. ഞാൻ ഒരു മനുഷ്യൻ്റെ മുന്നിൽ അങ്ങനെ കരയുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ അന്ന് ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞു, നിലവിളിച്ചു. എല്ലാവരും മുന്നിൽ ഞാൻ അങ്ങ് നിലവിളിച്ചു. ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവിടുത്തെ പാസ്റ്ററും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു പുതുമയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അന്ന് ദേവദാസൻ പ്രസംഗിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് നിൻ്റെ രക്താംബരം പോലുള്ള പാപം പോലും ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്നൊരു ഒരു മെസ്സേജായിരുന്നു അദ്ദേഹം തന്നെ. അപ്പം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ അടുത്ത് ഞാൻ ചെന്ന് ചോദിച്ചൊരു കാര്യമുണ്ട്, ജ്യേഷ്ഠ ഇതൊക്കെ ഈ പ്രസംഗിച്ചൊക്കെ യാഥാർത്ഥ്യമാണോ, ഇതിനകത്ത് സത്യമുണ്ടോ, യേശു
ഈ പാപം മോചിക്കാനാണോ വന്നത്? അന്ന് വരെയും ക്രിസ്ത്യാനികളുടെ ദൈവമാണ് യേശു എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു എൻ്റെ. ഒരിക്കലും പാപമോചനത്തെക്കുറിച്ചോ എന്നിലൊരു ആത്മാവുണ്ടെന്നോ ആത്മാവിന് മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നോ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നും ഉള്ള ഒരു ബോധമുള്ള ഒരു മനുഷ്യനായിരുന്നില്ല ഞാൻ. പക്ഷേ അന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നിലൊരു ആത്മാവുണ്ടെന്നും ആത്മാവ് അത് മരിക്കുന്നില്ല എന്നും അതിന് മരണാനന്തരത്തോടെ ശരീരത്തിൽ നിന്ന് അത് വേർപെടുന്നുവെന്നും മരണാനന്തരം അത് നിത്യതയിലേക്ക് പോകുന്നു, അത് നരകത്തിലാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും നിത്യതയിലേക്ക് പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ജ്യേഷ്ഠനോട് ചോദിച്ചു. അപ്പം ജ്യേഷ്ഠൻ പറഞ്ഞു, മോനെ ഇത് ദൈവവചനമാണ്. അദ്ദേഹം പറഞ്ഞു, എടാ ഞാൻ ഈ യേശുവിൻ്റെ പിന്നാലെ പോയത് വേറെ ഒന്നിനും വേണ്ടിയല്ല, ഇത് മാത്രമേ ഉള്ളൂ ഒരു മാർഗം രക്ഷ പ്രാപിപ്പാൻ. കർത്താവിൻ്റെ വചനം പറയുന്നല്ലോ, ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നടുവിൽ രക്ഷ പ്രാപിപ്പാൻ വേറെ ഒരു നാമമില്ല, യേശു എന്നുള്ള ഒരൊറ്റ നാമമേ ഉള്ളൂ രക്ഷ പ്രാപിപ്പാൻ. അപ്പം അതുകൊണ്ടാണ് ഞാൻ യേശുവിൻ്റെ പിന്നാലെ വന്നു. അപ്പം അന്ന് മുതൽ ഞാൻ ദൈവവചനം പഠിക്കുവാൻ തുടങ്ങി. ദൈവവചനം പറയുന്ന ഒരു കാര്യമുണ്ട്, when you know the truth will set you free. നീ സത്യം അറിയുകയും സത്യം നിന്നെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അങ്ങനെ ആ സത്യം ഞാൻ വായിക്കുവാൻ തുടങ്ങി. ആ സത്യം എന്നെ പൂർണ്ണമായിട്ട് സ്വതന്ത്രമാക്കി. എന്നെക്കുറിച്ച് പലരും പറഞ്ഞു, ഒരിക്കലും നിന്നിൽ നിന്ന് നിനക്ക് മയക്കുമരുന്ന് വിടാൻ പറ്റത്തില്ല, ചരസിൽ നിന്ന് നിനക്കൊരു വിടുതലില്ല, അല്ലെങ്കിൽ തമ്പാക്കൂവിൽ നിന്ന് നിനക്കൊരു വിടുതലില്ല എന്ന് എല്ലാ മനുഷ്യരും പറയുമ്പോഴും സർവശക്തനായ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം അതെങ്ങനെ എന്നിൽ നിന്ന് മാറിപ്പോയെന്ന് എനിക്കിന്നും അറിയത്തില്ല. എൻ്റെ സർവശക്തനായ ദൈവം അതിൽ നിന്നെല്ലാം എന്നെ വിടുവിച്ചു. അതാണ് യേശുവിനെ അറിയുന്നതിന് മുന്നേ ഉള്ള എൻ്റെ ജീവിതം. എന്നാൽ യേശുവിനെ അറിഞ്ഞതിന് ശേഷം അന്ന് മുതൽ ഞാൻ ക്രിസ്തുവിന് വേണ്ടി എനിക്ക് ഈ അറിഞ്ഞ സത്യം പലരോടും പറയണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഞാൻ പലരോടും ഓടി നടന്ന് എൻ്റെ ജീവിതത്തിൽ നടന്ന സത്യം ഞാൻ വിളിച്ചു പറഞ്ഞു. എൻ്റെ ദൈവം എന്നെ വിടുവിച്ചത്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എനിക്ക് നൽകിയ സമാധാനം, എനിക്ക് നൽകിയ ഉറക്കം, അതിനെയൊക്കെ കുറിച്ച് ഞാൻ എല്ലായിടത്തും സത്യം യാഥാർത്ഥ്യം ഞാൻ വിളിച്ചു പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞു. എൻ്റെ ജ്യേഷ്ഠനൊരു നല്ല സുവിശേഷകനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും പല സ്ഥലങ്ങളിലും സുവിശേഷം പറയുവാനായി കടന്നു പോകും. അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ കൂടെ 1.5 വർഷക്കാലം ഞാനും സുവിശേഷ വേലയിലായിരുന്നു. അതിനുശേഷം എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, എനിക്ക് ദൈവവചനം ഒന്ന് നല്ല രീതിയിൽ പഠിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായി. എൻ്റെ ജ്യേഷ്ഠനൊരു നല്ല ടീമുണ്ട്. ആ ദൈവവചനം പഠിച്ചതിന് ശേഷം പിന്നെയും മടങ്ങി എൻ്റെ ജ്യേഷ്ഠനോട് ചേർന്ന് കേരളത്തിലൊരു സുവിശേഷ പ്രവർത്തനം അദ്ദേഹത്തിനോട് കൂടെ ചെയ്യണമെന്നൊരു ആഗ്രഹത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായ ഞങ്ങളുടെ ചർച്ചിലൊരു ഗ്രേസ് ബൈബിൾ കോളേജിൽ നിന്നും പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്ത ഒരു ദേവദാസൻ വരികയും പ്രേം സിംഗ് എന്ന് പറയുന്ന ഒരു ദേവദാസൻ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കേൾക്കുകയും അദ്ദേഹം ഗ്രേസിൽ പഠിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അവിടുത്തെ സാക്ഷ്യമൊക്കെ കേട്ടോ വളരെ സന്തോഷം തോന്നി. എനിക്കും അവിടെ പോയി പഠിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായി. എനിക്ക് വലിയ എഡ്യൂക്കേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരിക്കലും അവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. എന്നാലും എൻ്റെ പല സുഹൃത്തുക്കളും എൻ്റെ അടുത്ത് പറഞ്ഞ്, പ്രസാദ് നീ അയക്കും, നിനക്കും ദൈവം അവിടെ ഒരുക്കും. അങ്ങനെ ദൈവം എനിക്ക് ഗ്രേസ് ബൈബിൾ കോളേജിൽ പോയി ദൈവവചനം പഠിക്കുവാനൊക്കെ കൊണ്ടൊരു അവസരം ഒരുക്കി. 2003 ഞാൻ ഗ്രേസ് ബൈബിൾ കോളേജിലേക്ക് കടന്നു ചെന്ന് 2003 മുതൽ 2006 വരെ 3 വർഷം ദൈവവചനം പഠിച്ച് 2006 ഏപ്രിൽ 1 ഞാൻ ഗ്രേസ് ബൈബിൾ കോളേജിൽ നിന്നും ഗ്രാജുവേറ്റ് ചെയ്തു. ആ ഗ്രാജുവേറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ തന്നെ ആ 3 വർഷത്തെ പഠിത്തത്തിൽ തന്നെ എന്നെക്കുറിച്ചുള്ള ഈ വിളിയെക്കുറിച്ചും എന്നെക്കുറിച്ചുള്ള തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും ഒക്കെ ഒരു ബോധ്യം സർവശക്തനായ ദൈവം എനിക്ക് നൽകി. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ മേക്ക് ഷുവർ യുവർ കോളിംഗ് ആൻഡ് എലക്ഷൻ, നിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും നീ ഉറപ്പാക്കുവാൻ. അപ്പോൾ എന്നെക്കുറിച്ചുള്ള വിളി, എന്തിനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്, ആ വിളി എനിക്ക് മനസ്സിലായി. അത് എവിടേക്കാണ് എന്നെ വിളിച്ചിരിക്കുന്നത്, എല്ലാം ആ ഒരു വ്യക്തത ആ 3 വർഷത്തെ സുവിശേഷ വചന പഠിത്തത്തിൽ ദൈവം എന്നോട് സംസാരിച്ചു. അങ്ങനെ ഞാൻ ഒരിക്കലും നോർത്ത് ഇന്ത്യയിൽ നിൽക്കണമെന്നോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്യണമെന്നോ ഒന്നും ഒരിക്കലും ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല. എൻ്റെ വലിയ ആഗ്രഹം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കേരളത്തിൽ എൻ്റെ ജ്യേഷ്ഠനോട് ചേർന്ന് സുവിശേഷ വേല ചെയ്യണമെന്നുള്ള ഒരു വലിയ ആഗ്രഹത്തിയിരുന്ന വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരു വെക്കേഷൻ മിനിസ്ട്രിയിൽ രാജസ്ഥാനിലേക്ക് പോകാനൊരു അവസരം ലഭിച്ചത്. അപ്പം ഞങ്ങൾക്ക് അവിടെ 9 മാസം ഞങ്ങളുടെ ക്ലാസ്സും 3 മാസം ഞങ്ങൾക്ക് വെക്കേഷനുമാണ്. അങ്ങനെ ഞങ്ങൾ ആ 3 മാസത്തെ വെക്കേഷനിൽ അതിലൊരു മാസം ഞങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് മിനിസ്ട്രി ചെയ്തേ പറ്റും, എന്തെങ്കിലും മാത്രമേ ഞങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ അവിടുന്ന് കോളിംഗ് ലെറ്റർ കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു മാസം ഞാൻ വിചാരിച്ചു നമുക്ക് പ്രത്യേകിച്ച് നാട്ടിൽ വന്നിട്ടും ഒന്നും ചെയ്യാനും ഒന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ച് ആരും അങ്ങനെ കാണാനും പറയാനും എടുക്കാനും ഒന്നുമില്ല. എന്നാൽ അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് തന്നെ നോർത്ത് ഇന്ത്യയിൽ തന്നെ വെക്കേഷൻ മിനിസ്ട്രി ചെയ്യാം എന്ന താല്പര്യത്തോട് രാജസ്ഥാനിലേക്ക് പോയി. ഞങ്ങൾ അന്നേരം ഒരു
4 പേരടങ്ങുന്ന ഒരു ടീമാണ്. അപ്പോൾ അവിടെ ഒരു IPCയിലെ ഒരു പാസ്റ്ററോട് ചേർന്ന് ജയ്പൂരിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ഉള്ളിൽ ഒരു ഗ്രാമത്തിലാണ് ഞങ്ങൾ സുവിശേഷ വേല ചെയ്യുന്നത്. അപ്പോൾ ആ പാസ്റ്ററുടെ ചർച്ചിനോട് ചേർന്നുള്ള ദേശങ്ങളെല്ലാം ഞങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ രാവിലെ പ്രെയർ വാക്ക് ചെയ്യണം, നിങ്ങൾ പോകണം. ഈ ഒരു ട്രാക്ട്സ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, ചില ബുക്സുകൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗം. അത് വിൽക്കുകയും ചെയ്യണം, അത് ട്രാക്റ്റും കൊടുക്കണം. അപ്പോൾ ആ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞങ്ങളുടെ ആട്ടയായാലും ഞങ്ങളുടെ ദാളായാലും എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പച്ചക്കറികളാണെങ്കിൽ എല്ലാം ഞങ്ങൾ വാങ്ങി ഞങ്ങളുടെ കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നത്. അങ്ങനെ ഞങ്ങളത് വിൽക്കുകയും സുവിശേഷം പറയുകയും എല്ലാം ചെയ്ത് ഞങ്ങളിങ്ങനെ പോവുകയാണ്. വൈകിട്ട് സമയങ്ങളിൽ ഞങ്ങളുടെ കയ്യിൽ ഈ ഡോളക്കൊക്കെ ഉണ്ട്. ഡോളക്കൊക്കെ അടിച്ച് ഞങ്ങൾ പാട്ടുകളൊക്കെ പാടും. കുട്ടികളുടെ ഇടയിൽ പോവും, അവരോട് സുവിശേഷം പറയും. ഞങ്ങൾ പാട്ടൊക്കെ നമ്മുടെ പരസ്യയോഗം പോലെ നടത്തും. ജനം കൂടും, അവരോട് സുവിശേഷം പറയും. അപ്പം ഞങ്ങൾ 4 പേരും 4 സ്റ്റേറ്റിൽ നിന്നുള്ളവരാണ്. ഞാൻ മാത്രമേ കേരളത്തിൽ നിന്നുള്ള ഉള്ളൂ. അപ്പം 4 അവരെല്ലാം നോർത്ത് ഇന്ത്യൻസാണ്. അപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഞങ്ങൾ ഓരോ ദിവസം ഓരോരുത്തർക്കാണ് പ്രസംഗം. അങ്ങനെ ഞങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ പോയി അവരോട് പ്രസംഗിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു ദിവസം ഞങ്ങൾ ഈവനിങ്ങിലെ പ്രെയർ മീൻസ് ഇതിനു വേണ്ടി പരസ്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഇന്ന് നിങ്ങൾ പോകേണ്ട ഇന്ന സ്ഥലത്താണ്, പക്ഷേ നിങ്ങൾ അവിടെ ഒരിക്കലും സുവിശേഷം പറയരുത്, പ്രസംഗിക്കരുത്, കാരണം സുവിശേഷ പ്രവർത്തകരുടെ വിരോധികളുള്ള സ്ഥലമാണ്. നിങ്ങളൊരു പ്രെയർ വാക്ക് ചെയ്താൽ മതി, അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുക, നടന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ വരിക, അത്ര മാത്രമേ നിങ്ങൾ ചെയ്യൂ. അപ്പോൾ ഞങ്ങൾ ബാഗൊക്കെ തൂക്കി ഡോളൊക്കെ എടുത്ത് പഴയതുപോലെ തന്നെ ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ ഒരു കലങ്ങയിൽ കുറേ യൗവനക്കാരിരിപ്പുണ്ട്. അവരിരുന്നിട്ട് ചോദിച്ചു, എന്തുവാ നിങ്ങൾ വന്നേ? അപ്പം പറഞ്ഞു, ഞങ്ങളിങ്ങനെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞു. പാട്ടൊക്കെ പഠിപ്പിക്കും. അപ്പം പറഞ്ഞാൽ പാട്ടൊക്കെ പാടാം, എന്നാൽ ഒരു പാട്ട് പാടിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ പാട്ട് പാടാൻ നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു പാട്ടൊക്കെ പാടി. അപ്പം ഈ പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഹിന്ദുക്കളുടെ പാട്ടുകളെ ക്രിസ്തീയവൽക്കരിച്ച പാട്ടുകളാണ്. ഇപ്പം ഞങ്ങൾ പാടിക്കഴിഞ്ഞാൽ ഈ ഭജു പാവൻ തം യേശു നാം जय यीशु नाम मंगल नाम यीशु नाम मंगल नाम യേശു നാം ജയ യേശു നാം. ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാരെല്ലാം അങ്ങ് ഓടിക്കൂടും. കാരണം അവർ നോക്കുമ്പം ഇതൊരു ഞങ്ങളുടെ ഇതാണ്. അപ്പോൾ അതെല്ലാം ഓടിക്കൂടി കഴിയുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഒരു മെസ്സേജ് അങ്ങ് കൊടുക്കും. അപ്പം അന്നത്തെ എൻ്റെ ആയിരുന്നു പ്രസംഗം. ആക്ച്വലി ഇവർ പാട്ട് പാടാൻ പറഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ ഡോളക്കൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടിയപ്പോഴത്തേന് ഒരു 10-40 പേരങ്ങ് കൂടി. അപ്പോൾ ഇവർ കൂടി കഴിഞ്ഞപ്പോഴത്തേന് ഈ പാസ്റ്റർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങളങ്ങ് മറന്നുപോയി. ഇപ്പോൾ സാധാരണ ഞങ്ങൾ ചെയ്തു വരുന്നത് പോലെ അപ്പോൾ അന്നത്തെ എൻ്റെ ഭാര്യയായിരുന്നു പ്രസംഗിക്കാൻ. ഞാൻ ചാടി എഴുന്നേറ്റു ഒരു മെസ്സേജ് അങ്ങ് കൊടുത്തു. ഞാൻ നിത്യജീവനെക്കുറിച്ചൊരു വലിയ മെസ്സേജൊക്കെ കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞ ഉടനെ ഇവർ ഔട്ടർ കോൾ കൊടുത്ത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കുറേ ആ യൗവനക്കാർ ഞങ്ങളുടെ അടുത്ത് പാടാൻ പറഞ്ഞവർ വളരെ ദേഷ്യത്തോട് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ കൂടെയുള്ള സഹോദരങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഭയ്യ എന്തോ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓടാം, അല്ലാന്ന് തോന്നി, ഞങ്ങൾ ചെറുപ്പക്കാർ പിള്ളേരെ ഓടാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഓടാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ സുഹൃത്തുക്കൾ, ആ സഹോദരങ്ങൾ വളരെ പുഞ്ചിരിയോട് ഞങ്ങളുടെ അടുക്കലേക്ക് വരും. അവർ അടുക്കലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഭയ്യ അനന്ത് ജീവൻ കെ ബാരെ മേ പെഹലി ബാർ ഹംനെ സുനാ ഹെ. നിത്യതയെക്കുറിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഹമേ ഓർ സംജാവോ ഓർ ബി ഹം ജാൻനാ ചാത്തേ. ഞങ്ങളെ ഇനിയും ഞങ്ങളോട് പറ, ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഇനിയും കേൾക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. ദൈവവചനം ഇങ്ങനെ പറയും, ദേ ആർ തേഴ്സ്റ്റി ആൻഡ് ഹങ്കർ ഫോർ ദ വേർഡ് ഓഫ് ഗോഡ്. അവർ ദൈവവചനത്തിന് വേണ്ടി വിശപ്പും ദാഹവുമുള്ളവരായിരുന്നു. സത്യത്തിൽ ലിറ്ററലി ഞങ്ങൾ കാണുകയാണ് വിശപ്പും ദാഹവുമുള്ള കുറേ യൗവനക്കാരെ. അപ്പോൾ അത് എൻ്റെ ജീവിതത്തെ മൊത്തത്തിൽ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ ഞങ്ങളുടെ അടുത്ത് അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവിൻ്റെ കൃപയാൽ അവിടെ ഒരു സഭ സ്ഥാപിക്കപ്പെട്ടു. അവിടെ ഒരു 10-20 പേര് കൂടി വരുന്ന 10-25 പേര് കൂടി വരുന്ന ഒരു കൂട്ടായ്മ തുടങ്ങുവാനെ കൊണ്ട് ഇവിടെ വന്നു. അതൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ എന്നെക്കുറിച്ച് അങ്ങയുടെ ആഗ്രഹം എന്തുവാ? എന്നെ അങ്ങനെ നോർത്ത് ഇന്ത്യക്ക് വേണ്ടിയാണോ കണ്ടിരിക്കുന്നത്? എന്നെ നോർത്ത് ഇന്ത്യക്ക് വേണ്ടിയാണ് കണ്ടിരിക്കുന്നതെങ്കിൽ എനിക്ക് ഭാഷ വേണം. എനിക്ക് ഭാഷയില്ലാതെ എൻ്റെ ഭാഷ എനിക്ക് നല്ല ഹിന്ദിയുണ്ട്, കുഴപ്പമില്ല, പക്ഷേ എന്നാലും എൻ്റെ ഒരു ബാബാ ഹിന്ദി, മിക്സ് ഹിന്ദി. അപ്പം ഞാൻ പറഞ്ഞു ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എനിക്ക് എന്നെ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി അങ്ങ് കണ്ടിരിക്കുന്നെങ്കിൽ എനിക്ക് നല്ല ഹിന്ദി തരണം. മാത്രമല്ല ഞാൻ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തോട് വെച്ച് എനിക്കിവിടെ സാഹചര്യങ്ങളോട് പിടിച്ച് നിൽക്കാനുള്ള എനിക്ക് ആരോഗ്യവും ബലവും അതിനുള്ള കഴിവുകൾ തരണം. അങ്ങനെ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ കൃപയാൽ എനിക്ക് വേണ്ടി ദൈവം വൻ കാര്യങ്ങളെ
ഒരുക്കി ആ സമയങ്ങളിൽ. ഞാൻ ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം വലിയ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഗ്രേസ് ബൈബിൾ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു കോളേജ്. അനേക മക്കൾ വന്ന് ദൈവവചനം പഠിച്ച് വലിയ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന അവരെ വാർത്തെടുത്ത ഒരു കോളേജാണ്. അപ്പം ഞാനും വലിയ ആഗ്രഹത്തോടാണ് ഈ കോളേജിലോട്ട് വരുന്നത്. കോളേജിൽ വരുമ്പോഴൊക്കെ വലിയ സ്വർഗ്ഗദൂതന്മാരുടെ ഒരു കൂട്ടം അവിടെ ഉണ്ടെന്നുള്ള വലിയ പ്രതീക്ഷയിലൊക്കെയാണ് വരുന്നത്. പക്ഷേ പിന്നീട് വന്നപ്പോഴാണ് അതിലൊരു നല്ല ശതമാനം സ്വർഗ്ഗദൂതന്മാർ വീണുപോയവരായിരുന്നു. അവർ സ്വർഗ്ഗദൂതന്മാർ തന്നെ വീണുപോയ ഒരു സ്വർഗ്ഗദൂതന്മാരുടെ വലിയൊരു ഗ്രൂപ്പായിരുന്നു. എന്നാൽ അവരുടെ മുന്നിലൊക്കെ വളരെ ഭക്തിയോടും ഭയഭക്തിയോടും നിൽപ്പാനൊക്കെ സർവ്വശക്തനായ ദൈവം സഹായിച്ചു. അങ്ങനെ ഞാൻ ഈ വർക്ക് ചെയ്ത് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റായിരുന്നു. അപ്പം ഞങ്ങൾക്ക് 2 മണിക്കൂർ എല്ലാ ദിവസവും വർക്ക് ചെയ്യണം. ഇപ്പോൾ ആദ്യകാലത്ത് അവിടുന്ന് വർക്കെന്ന് പറഞ്ഞാൽ ഒരു ഒന്നര മാസം വരെയാണ് ഒരു വർക്ക്. അത് കഴിഞ്ഞ് വേറെ ഓരോ വർക്കുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ട് ഒത്തിരി, അതായത് 66 ഏക്കർ സ്ഥലമാണ്. അതിനകത്ത് ഇഷ്ടംപോലെ ബിൽഡിങ്ങുകളുണ്ട്, ഇഷ്ടംപോലെ വർക്കുകളുണ്ട്. ഇപ്പം ചിലപ്പം തൂക്കാനായിരിക്കും, ചിലപ്പം പുല്ല് വെട്ടാനായിരിക്കും, ചിലപ്പം തടി മുറിക്കാനായിരിക്കും, ചിലപ്പം കക്കൂസ് കഴുവാനായിരിക്കാം വർക്കുകൾ. അപ്പോൾ എനിക്ക് ആദ്യകാലത്ത് കിട്ടിയ വർക്കെന്ന് പറയുന്നത് ഈ ടോയ്ലറ്റും കഴുവാനുള്ള കക്കൂസും ഒക്കെ ബാത്റൂമൊക്കെ കഴുവാനാണ്. അപ്പോൾ 11 കക്കൂസും 11 ബാത്റൂമുമാണ് എനിക്ക് കഴുവാൻ കിട്ടിയത്. അപ്പം ഞങ്ങൾ ബക്കറ്റും ഒക്കെ എടുത്ത് ഞാൻ പണ്ട് പറയാറുണ്ട്, എനിക്ക് എന്ത് ജോലി ചെയ്താലും വലിയ ആത്മാർത്ഥതയോട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പം എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ, അത് എൻ്റെ ഒരു പണ്ട് തൊട്ടേ ഉള്ള ഒരു ആഗ്രഹം. എന്ത് ജോലി ചെയ്താലും സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് സ്റ്റോർ റൂമിൽ ചെന്നിട്ട് അവിടുന്ന് ആവശ്യമായ ബ്ലീച്ചിങ് പൗഡറും അതിനകത്ത് കഴുകാനുള്ള സാധനം എല്ലാം മേടിച്ച് നല്ല രീതി. അപ്പം ഞങ്ങളുടെ ആൾക്കാരൊക്കെ വന്നിട്ട് ഏട്ടാ എന്തുകൂടെ ഇങ്ങനെയൊന്നും കാണിക്കരുത്, നീ അവിടെ ഒരു ബക്കറ്റും വെള്ളമായിട്ട് നിന്നാൽ മതി, ലീഡേഴ്സ് വരുമ്പോൾ അതൊന്ന് ഒഴിക്കുക. അപ്പോൾ അവർ നോക്കുമ്പോൾ നീ പണി ചെയ്യുന്നുണ്ട്. പിന്നെ നീ അവർ പോകുമ്പോൾ പിന്നെയും വെള്ളം കോരി അവിടെ ആ പടിയിൽ വെക്കുക, അവർ വരുന്നതെന്ന് നോക്കി നിൽക്കുക, ടീച്ചർമാർ വരുമ്പോൾ വെള്ളം ഒഴിക്കുക, അത്രയേ ഉള്ളൂ. 2 മണിക്കൂറത്തെ പ്രശ്നമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഞാൻ പറഞ്ഞു എനിക്കത് ചെയ്ത് എൻ്റെ മുഖം ബാത്റൂമിലൊക്കെ കാണണം, ആ ടൈലൊക്കെ നല്ല രീതിയിൽ തിളങ്ങണം, എന്നാലേ എനിക്കൊരു സംതൃപ്തിയുള്ളൂ. അങ്ങനെ ഞാൻ വളരെ മനോഹരമായിട്ട് ആ 11 കക്കൂസുകളും ഒക്കെ കഴുകി വൃത്തിയാക്കി അങ്ങനെ ഇട്ട് അങ്ങനെ എല്ലാവർക്കും 1.5 മാസം കഴിയുമ്പോൾ വർക്ക് മാറ്റി കൊടുക്കും. അപ്പോൾ എൻ്റെ വർക്കൊക്കെ കണ്ട് ലീഡർമാർക്ക് കൊണ്ട് ഭയങ്കര സന്തോഷം. അവർ പോയിട്ട് ടീച്ചർമാരെടുത്ത് പറഞ്ഞു, ടീച്ചർമാരും വന്ന് അപ്രിസിയേഷനൊക്കെ ചെയ്ത് ചന്ദ്രപ്രസാദ് വളരെ നല്ല രീതിയിൽ നീ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ 1.5 മാസം എന്നുള്ളത് പിന്നെ എനിക്ക് 1.5 മാസം കൂടെ കൂട്ടി. ആ കക്കൂസ് കഴുകുന്നത് ഞാൻ 3 മാസം ആ കക്കൂസ് കഴുകി. 3 മാസം കക്കൂസ് കഴുകിയപ്പം ഇവിടെ കുറേ കക്കൂസുകൾ കുറേ വർഷങ്ങളായിട്ട് അടഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻചാർജുള്ള സാറ് പോയിട്ട് എവിടുന്നാണെന്ന് അറിയത്തില്ല ആ കക്കൂസിൻ്റെയൊക്കെ താക്കോലുകളൊക്കെ എടുത്തുകൊണ്ട് വന്നു എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചന്ദ്രപ്രസാദ് അതും ആസിഡൊക്കെ ഒഴിച്ചിട്ട് അതുമൊക്കെ ഒന്ന് ഇതുപോലൊന്ന് ക്ലീൻ ആക്കി ഇടണം. അപ്പം നമ്മൾ ആത്മാർത്ഥത കാണിച്ചപ്പം ദൈവം നമുക്ക് ഒത്തിരി ഈ കാര്യങ്ങൾ തന്നു. അപ്പം പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, കർത്താവ് പറഞ്ഞു, ഇഫ് യു ആർ ഫെയ്ത്ത്ഫുൾ വിത്ത് ലിറ്റിൽ തിങ് യു വിൽ റൂൾ ഓവർ മെനി തിങ്സ്. നീ അല്പത്തിൽ വിശ്വസ്തനാണെങ്കിൽ ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. അതിൻ്റെ അത് ഹിന്ദിയും ഇംഗ്ലീഷും അച്ഛൻ്റെ അതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകും. ഹിന്ദിയിൽ ഇങ്ങനെ പറയുന്നത്, തും തോടെ മേ വിശ്വാസയോഗ്യ രഹ, मैं तुझे बहुत सारे वस्तुओं के अधिकारी बनाऊंगा, बहुत सारे वस्तु യു വിൽ റൂൾ ഓവർ മെനി തിങ്സ്. നീ ഒത്തിരി കാര്യങ്ങൾ ഞാൻ നിന്നെ അധികാരിയാക്കുമെന്നാണ് ദൈവം പറയുന്നത്. നീ നിനക്ക് തന്നിരിക്കുന്ന അല്പത്തിൽ വിശ്വസ്തനാണെങ്കിൽ. ഞാൻ ദൈവകൃപയാൽ എനിക്ക് തന്ന ആ കക്കൂസ് കഴുകുന്നതിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് 2ാമത്തെ വർഷം എനിക്ക് കക്കൂസ് കഴുകേണ്ടി വന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് വേറൊരു ഇതുണ്ട്. ഞാൻ പറഞ്ഞ ഞാൻ വെക്കേഷൻ മിനിസ്ട്രി കഴിഞ്ഞപ്പോൾ ദൈവമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ദൈവസേന എന്നെ നോർത്ത് ഇന്ത്യക്കാണ് കണ്ടേക്കുന്നെങ്കിൽ എനിക്ക് ഹിന്ദി ലാംഗ്വേജ് വേണോ ഞാൻ ദൈവത്തോട് പറഞ്ഞു. അവിടെ ഞങ്ങളുടെ കോളേജിൽ എന്ന് പറഞ്ഞാൽ ഹിന്ദി പറയാൻ പാടില്ല. ഹിന്ദി പറഞ്ഞാൽ അല്ലെങ്കിൽ മലയാളം പറഞ്ഞാൽ ഫൈനാണ്. അവിടെ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാൻ പറ്റൂ. അപ്പം ദൈവം എനിക്ക് 2ാമത്തെ വർഷം തരുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്കൂളിലെ പിള്ളേരെ അവരെ ബൈബിൾ പഠിപ്പിക്കാനെ കൊണ്ട് എനിക്ക് ദൈവം എന്നെ ഒരു ടീച്ചറാക്കി അവിടെ അങ്ങ് മാറ്റി. എനിക്ക് വലിയ ഹിന്ദി എഴുതാനും വായിക്കാനും ഒന്നും അറിയാത്ത എന്നെ അവിടുത്തെ ഹിന്ദിക്കാർ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനെ കൊണ്ട്, ഛത്തീസ്ഗഡുകാരും ജാർഖണ്ഡ് അല്ലെങ്കിൽ ഛത്തീസ്ഗഡും MP പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഹിന്ദിയിൽ പഠിപ്പിക്കുന്ന പിള്ളേരാണ്. പക്ഷേ അവരെ ഒന്നും എടുക്കാതെ ദൈവം എന്നെ അതിനുവേണ്ടി കുറേ ടീച്ചർമാരെ സെലക്ട് ചെയ്തിൽ എന്നെയും സെലക്ട് ചെയ്തു. അങ്ങനെ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. കാരണം എന്നെ ഹിന്ദി പഠിപ്പിക്കണം, ദൈവത്തിന് എന്നെ നോർത്ത് ഇന്ത്യയെ നിർത്തണമല്ലോ. അതിനുവേണ്ടി ദൈവം എന്നെ ഹിന്ദിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്നെ അവിടുത്തെ ഹിന്ദി പഠിപ്പിക്കുന്ന, അവരെ ബൈബിൾ ഹിന്ദിയിൽ പഠിപ്പിക്കുന്ന സാറാക്കി മാറ്റി. അങ്ങനെ 2ാമത്തെ വർഷം മുതൽ ഞാൻ അവിടുത്തെ സാറായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ ഹിന്ദി വളരെ 1 വർഷം കൊണ്ട് ഭയങ്കര ഞാനങ്ങ് പിക്കപ്പ് ചെയ്തു.
പക്ഷേങ്കിൽ എൻ്റെ ഇംഗ്ലീഷ് അങ്ങ് കുറഞ്ഞു. അപ്പം ദൈവത്തിന് പറഞ്ഞാലും പിന്നെ ലീഡർഷിപ്പിൽ നിർത്തുന്നതുകൊണ്ട് ഇംഗ്ലീഷും ആവശ്യമാണല്ലോ എന്നും പറഞ്ഞ് എന്നെ 3-ാമത്തെ വർഷം അവിടുത്തെ ലീഡറാക്കി മാറ്റി. അതൊരു മെയിൻ ഒരു ലീഡറാക്കിയാണ് എന്നെ അവിടെ മാറ്റിയത്. ദൈവം എന്നെ ഒത്തിരി അവിടെ ബ്ലസ് ചെയ്ത്. ഞാനൊന്നും ഒരിക്കലും സ്വപ്നം പോലും കാണാനോ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസമോ ഒരു കുലമഹിമയോ ഒന്നുമില്ലാതിരുന്ന എന്നെ സർവശക്തനായ ദൈവം അവിടെ മാനിച്ചു, അനുഗ്രഹിച്ചു. അതിനുശേഷമാണ് ഞാൻ 2006 ഏപ്രിൽ 1 ഞാൻ അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്നു. ഗ്രാജുവേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം എനിക്ക് നോർത്ത് ഇന്ത്യയെക്കുറിച്ചൊരു ദർശനം തന്നെ, എവിടെ പോകേണ്ടതെന്നൊക്കെ എന്നോട് ദൈവം സംസാരിച്ചു. അപ്പം ഞാൻ ആ സ്ഥലത്തേക്ക് പോകാനുണ്ട്, എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കും. പക്ഷേ എൻ്റെ കയ്യിൽ സാമ്പത്തികമായിട്ടൊന്നുമില്ല, അവിടെ ഞങ്ങൾക്ക് റൂമില്ല, ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ഗ്രാജുവേഷൻ ചെയ്ത് പിറ്റേന്ന് ഞങ്ങൾക്ക് അവിടുന്ന് പോകണം. അപ്പം ഞാൻ എന്തു ചെയ്യും, എൻ്റെ കയ്യിൽ ഒരു പൈസ പോലുമില്ല. അങ്ങനെ ഞാൻ വളരെ വിഷമത്തോട് ഞങ്ങളവിടെ കോളേജിൽ ചേർന്ന സമയത്ത് ഒരു 1000 രൂപ കോഷൻ ഡിപ്പോസിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനവിടെ ഒന്നും തല്ലിപ്പൊട്ടിക്കാത്തതുകൊണ്ട് എനിക്ക് ആ കാശ് തിരിച്ച് കിട്ടും. അത് ചോദിക്കാനെ കൊണ്ട് ഞാൻ ചെല്ലുക. ഞാൻ രജിസ്ട്രാറിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞു, ജോയ് സാറേ ഞാൻ പോവുക, ഞാൻ മിനിസ്ട്രിക്ക് വേണ്ടി പോവുക, എൻ്റെ കയ്യിൽ സാമ്പത്തികമൊന്നുമില്ല, എനിക്ക് ആ 1000 രൂപ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ സാറ് പറഞ്ഞു അതിപ്പം തരാൻ പറ്റത്തില്ല, അത് പിന്നീടേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു സാറേ വേറെ എൻ്റെ കയ്യിൽ വഴിയൊന്നുമില്ല. അപ്പം സാറ് പറഞ്ഞു ഞാൻ തരാം, ആ പൈസ ഞാൻ തരാം, പക്ഷേ പിന്നീട് വന്ന് അത് ഇവിടെ സൈൻ ചെയ്ത് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് സാറ് 1000 രൂപ തന്നു. അത് കഴിഞ്ഞ് എൻ്റെ വേറെ ഒരു AP എബ്രഹാം എന്ന് പറയുന്ന ഒരു സാറുണ്ട്, അദ്ദേഹം എനിക്കൊരു 500 രൂപ തന്നു. പിന്നെ എൻ്റെ ഒരു തമിഴ് സാറുണ്ട്, ഇളയരാജ എന്ന് പറഞ്ഞ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി അദ്ദേഹം എനിക്കൊരു 50 രൂപ തന്നു. അങ്ങനെ ഞാൻ 1550 രൂപ കൊണ്ടാണ് ഞാൻ അവിടെ ഗ്രേസ് ബൈബിൾ കോളേജിൽ നിന്ന് ഏപ്രിൽ 2 ഞാൻ തുഗ്ലക്കാബാദ് എന്ന് പറയുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്ക് പണിഞ്ഞ ആ കോട്ടയ്ക്കുള്ളിൽ ഞാൻ കടന്നു വരുന്നത്. ഏകദേശം 1.5 ലക്ഷത്തോളം പേര് താമസിക്കുന്ന ഒരു ഗ്രാമമാണ്, ഒരു അർബൻ ഏരിയയാണ്. അപ്പോൾ അവിടേക്ക് ഞാൻ കടന്നുപോയി. അവിടെ ചെന്ന് അവിടെ ഒരു ചെറിയ പ്രവർത്തനം ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് തുടങ്ങുവാനെ കൊണ്ട് ദൈവം സഹായിച്ചു. ഞങ്ങളുടെ കൂടെ കുറേ ദൈവദാസന്മാരും ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി അവിടെ ഒരു ചെറിയ പ്രവർത്തനം ആരംഭിച്ചു. ഞങ്ങൾക്ക് റൂമൊന്നും എടുത്തിട്ടില്ല. ഒരു ദിവസം അവിടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി താമസിച്ചു. പിറ്റേന്ന് ഞങ്ങൾ റൂമിന് വേണ്ടി പോയി. ഞങ്ങൾക്കൊരു ചെറിയൊരു റൂം കിട്ടി. അങ്ങനെ ആ റൂമിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ആയി. അങ്ങനെ അതിൽ ഞങ്ങളുടെ കൂടെ ഒരു കുടുംബം ഉണ്ടായിരുന്നു, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി അവർ റൂമിനകത്ത് കിടക്കും. ഞാനും ഞങ്ങളുടെ കൂടെ ഉള്ള വേറെ ഒരു 3 മിഷണറിമാർ ഞങ്ങൾ പുറത്ത് ഒക്കെ കിടന്നും അവിടെ ഞങ്ങൾ സുവിശേഷ വേല ആരംഭിച്ചു. ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ചെറിയ VBS ആണ്, വെക്കേഷൻ ബൈബിൾ സ്കൂൾ പോലെ ഞങ്ങൾ തുടങ്ങി. അങ്ങനെ ഏകദേശം 300-ലധികം കുട്ടികൾ അവിടെ ഞങ്ങളുടെ ആദ്യത്തെ VBSനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സാമ്പത്തികങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ കുഞ്ഞുങ്ങളിൽ നിന്ന് തന്നെ ചെറിയ 2 രൂപ 3 രൂപ 5 രൂപ വെച്ചൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ അവർക്ക് ആവശ്യമായ കൂൾ ഡ്രിങ്ക്സും അവർക്ക് ആവശ്യമായ ബിസ്ക്കറ്റും ഒക്കെ അതിലൂടെ കൊടുത്ത് അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് കുറച്ച് ഈ VBSൻ്റെ ബുക്സ് ഫ്രീ ആയിട്ട് തന്നു. അങ്ങനെ അവരെ എനിക്കൊന്ന് ഏകദേശം 10 ദിവസത്തോളം ഞങ്ങളങ്ങനെ ആ VBS നടത്തി. അതായിരുന്നു ഞങ്ങളുടെ ആ തുടക്ക സുവിശേഷ പ്രവർത്തനത്തിന്. അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, അവർക്കൊന്നും എഴുതാനും വായിക്കാനും അറിയാത്ത സ്ലമ്മിലെ കുഞ്ഞുങ്ങൾ, അവർക്ക് ആർക്കും എഴുതാനും വായിക്കാനും അറിയത്തില്ലായിരുന്നു, മിക്ക കുട്ടികൾക്കും. അപ്പോൾ അങ്ങനെ മനസ്സിൽ അവർക്ക് വേണ്ടി ഒരു സ്കൂള് തുടങ്ങിയാൽ കൊള്ളാം, ഒരു പ്രാഥമിക മായിട്ടുള്ള അവർക്കൊരു ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് അവർക്ക് വേണ്ടി ഒരു ചെറിയ സ്കൂൾ ഞങ്ങൾ ആരംഭിച്ചു. ആ സ്കൂൾ ആരംഭിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെല്ലാ കുട്ടികളും വരും. പക്ഷേ പിന്നീട് സ്കൂൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടും കുട്ടികളൊന്നും വന്നില്ല. പിന്നെ ഞങ്ങൾ ഓരോ വീടുകളിൽ കയറി ഇറങ്ങി അവരോട് സംസാരിച്ചു, നിങ്ങളെന്താ കുഞ്ഞുങ്ങളെ വിടാത്തെ? അപ്പോൾ അവർ പറഞ്ഞു, ഒരു സ്ത്രീ, 3 കുട്ടികളുള്ള ഒരു സ്ത്രീ, അവർ പറഞ്ഞ് എൻ്റെ അടുത്ത് പറയാം, സർ ആ 50 രൂപ ദോകെ, സാർ 50 രൂപ തരുമോ ഡെയിലി എന്ന് ചോദിച്ചു. അതിന് ഞാൻ പറഞ്ഞു, ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിക്കില്ലേ അവരെ. പറയും ഇവൻ കൂടെ പറക്കാൻ പോയാൽ, ഇവൻ ഈ പ്ലാസ്റ്റിക് കവർ പറക്കാൻ പോയാൽ ഇവൻ 50 രൂപ കിട്ടും, അത് സാറ് തരാമെന്നുണ്ടെങ്കിൽ നാളെ മുതൽ ഞാൻ ഇവനെ നിങ്ങളുടെ സ്കൂളിലേക്ക് വിടാം. എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾ അവരെയൊക്കെ കൗൺസിൽ ചെയ്തു. ദൈവം അവിടെ പ്രവർത്തിച്ചു. ഏകദേശം 10,000-ഓളം കുട്ടികൾ എനിക്ക് തോന്നുന്നു അവിടുന്ന് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി. ഇപ്പോഴും ആ സ്കൂൾ അവിടെ നല്ല അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുന്നുണ്ട്. സ്ലമ്മിലെ കുട്ടികളെ എടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതാണ് ഞങ്ങളുടെ ആ തുടക്കകാല സുവിശേഷ പ്രവർത്തനം. അതിലൂടെ ഞങ്ങളുടെ സഭയിലുള്ളതിൽ ഏറ്റവും കൂടുതൽ വിശ്വാസി കുടുംബം എന്ന് പറയുന്നത് ഈ സ്കൂളിലെ പേരൻസാണ്. അപ്പോൾ ഞങ്ങൾ ഇവരുടെ വീടുകളിൽ പോവുക, സുവിശേഷം പറയുക, അങ്ങനെയൊക്കെയാണ് ഇവർ വിശ്വാസത്തിലോട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ എന്തെല്ലാം മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ ആദ്യം തുടങ്ങിയത് സ്കൂളാണെങ്കിൽ പിന്നീട് ഞങ്ങളൊരു സ്പോക്കൺ ഇംഗ്ലീഷ് തുടങ്ങി. അപ്പോൾ അവരുമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ഞങ്ങൾ പഠിപ്പിക്കും. പക്ഷേ നിങ്ങൾ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചാലും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം സൺഡേ ദിവസം നിങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞു. ഇതുമായിരുന്നു അവരുമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ കരുണയാൽ അങ്ങനെ അനേകർ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വരാറുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഞങ്ങളുടെ ആദ്യ കാലത്തെ ഒരു ആരാധനയാണ്. ഞങ്ങളുടെ ഏകദേശം
ആദ്യം ഒരു 10-20ഓളം ചെറുപ്പക്കാർ പിള്ളേർ ഈ സ്പോക്കൺ ഇംഗ്ലീഷിന് വരുന്നുണ്ട്. അത് ആദ്യത്തെ സൺഡേയിൽ ഇവരെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ പാടി ആരാധിച്ച് കഴിഞ്ഞ് ഇത്രയും പിള്ളേർ വന്ന ആദ്യത്തെ പ്രസംഗമാണ്. ഞാൻ അന്നേരം എഴുന്നേറ്റ് വളരെ ശക്തമായിട്ട് യേശു മാത്രം ദൈവമെന്ന് ഞാൻ അങ്ങോട്ട് പറയും. യേശു മാത്രം ദൈവമെന്ന് പറഞ്ഞപ്പം ഒരു ചെറുക്കൻ അവിടുന്ന് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, സർജി ആബ്രുക്കോ എന്ന് പറഞ്ഞു, സാറേ ഒന്ന് നിർത്താൻ പറഞ്ഞു. എന്നിട്ട് അവൻ പുറത്തോട്ട് പോയി. അപ്പം ഇരിക്കുന്ന പിള്ളേരെന്ന് പറഞ്ഞാൽ എല്ലാം ഹാഫ് ബനിയനും ഇട്ട് ഹാഫ് നിക്കറും ഇട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ സത്യത്തിൽ പുറത്തുനിന്ന് ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ വിചാരിക്കും പാസ്റ്റ് ജിമ്മ് നടത്തുമെന്നോ, ആ ജിമ്മിലിരിക്കുന്ന പോലെ പിള്ളേർ ഇരിക്കുന്നത്. എല്ലാവരും നിക്കറും ഒക്കെ ഇട്ട് എല്ലാ പിള്ളേർ സെറ്റും ഇരിക്കുന്നത്. അപ്പം പൊരുത്തം പറഞ്ഞ് പാസ്റ്റർ ജി സാറാ നിർത്താൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തോട് ഞങ്ങളുടെ ഇവിടുത്തെ പ്രവർത്തനം നിർത്തേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ യേശുവും ദൈവവും എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രശ്നമില്ല. അവർക്കിപ്പോൾ ഉള്ളതിൻ്റെ കൂടെ ഒരാളെയും കൂടെ കൂട്ടി വെക്കുന്നതിനകത്ത് ഒരു വിഷയമില്ല. പക്ഷേ യേശു മാത്രം ദൈവം എന്ന് പറഞ്ഞാൽ അവർക്കതിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ഇവൻ പ്രശ്നം ഉണ്ടാക്കുമോ. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഇവൻ പുറത്ത് പോയിട്ട് പെട്ടെന്ന് കയറി വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ എന്ത് പറ്റി? അല്ല, ഞാൻ പാൻപരാഗ് തിന്നുകൊണ്ടിരിക്കുമായിരുന്നു, അതൊന്ന് തുപ്പാൻ പോയതാണ്. അപ്പോൾ ഞാൻ പോകുന്ന സമയം കൊണ്ട് ഇനി സാർ അത് പറഞ്ഞ് തീർത്താലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാറൊന്ന് നിർത്തി, ഞാൻ തുപ്പിയിട്ട് വന്ന് ഇരിക്കുക. എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ ആ കൂട്ടത്തിൽ നിന്ന് ഏകദേശമൊക്കെ ഒരു 200 പേരോളം സ്നാനപ്പെടുത്തി കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാക്കി തീർക്കുക സർവശക്തനായ ദൈവം സഹായിച്ചു. 10-35ഓളം യൗവനക്കാരെ ദൈവവചനം പഠിപ്പിച്ച് സുവിശേഷ വേലയിലേക്ക് ആക്കുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. ഒത്തിരി കാര്യങ്ങൾ ആ നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്ത് ആ ഒരിടത്ത് നിന്നുകൊണ്ട് തന്നെ അനേക സ്ഥലങ്ങളിൽ അനേക പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. ഏകദേശം ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഒരു 25ഓളം കൂട്ടായ്മകൾ, ഈ ഒരു ചെറിയ കൂട്ടായ്മയിൽ നിന്നും 25ഓളം കൂട്ടായ്മകൾ അവിടെ ഉണ്ടായി. പല സ്ഥലങ്ങളിലും അവിടെ ആ ദേശങ്ങളിലൊക്കെ സുവിശേഷ പ്രവർത്തനം ആരംഭിക്കാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഹരിയാനയിൽ ഫരീദാബാദ് എന്ന് പറയുന്ന സ്ഥലത്തും ഒരു സഭ ഞങ്ങൾക്കിപ്പം സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അവിടെ ഏകദേശം 200ഓളം കുട്ടികൾ സൺഡേ സ്കൂളിന് വരുന്ന ഒരു കൂട്ടായ്മയാണ്. 200 കുട്ടികൾ ഞങ്ങളുടെ സൺഡേ സ്കൂളിനുണ്ട്. അവിടെ ആ ദേശത്ത് നമ്മൾ എവിടെ ചെന്നാലും ജയമസിക്ക് എന്നുള്ള ആ ഒരു ശബ്ദം മാത്രം. എനിക്ക് തോന്നുന്നു അതൊക്കെ ആയിരിക്കണം അവിടുത്തെ ഭൂതമല്ല ഇളവി. അവസാനം ഞങ്ങളുടെ 2 വർഷം മുമ്പ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ ക്രിസ്മസ് പ്രോഗ്രാമിലേക്ക് കുറേ സുവിശേഷ വിരോധികളെല്ലാം കൂടെ കടന്നു വന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. അവിടെ നടത്താൻ പറ്റത്തില്ല. നല്ലൊരു കൂട്ടായ്മയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. എന്നാലും കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം. അവിടെ ഞങ്ങളുടെ ഒരു സ്ലമ്മിൻ്റെ സ്കൂൾ നടക്കുന്നുണ്ട്. 150-200ഓളം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഞങ്ങൾക്കൊരു തയ്യലിൻ്റെ കേന്ദ്രമുണ്ട്. അവിടെയും 10-70ഓളം പെൺകുട്ടികളെ തയ്യൽ പഠിപ്പിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സെൻ്ററുണ്ട്. അങ്ങനെ അത് ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് മുഖാന്തരം ഞങ്ങൾ കർത്താവിനെക്കുറിച്ച് ജനത്തോട് പറയുന്നുണ്ട്. എന്നാലും ഇതുവരെയും പിന്നെ അവിടെ ഞങ്ങൾക്ക് ആ സൺഡേയിലെ ആരാധനയും സൺഡേ സ്കൂൾ ഇതുവരെ ഞങ്ങൾക്ക് തുടങ്ങുവാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം. വളരെയധികം പ്രതികൂലങ്ങളുണ്ടെങ്കിലും സർവശക്തനായ ദൈവം ഞങ്ങളെയൊക്കെ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം പറയുന്നു, മേ അപ്നാ കലീശയെ ബനാവുങ്ക ധോലോ കി പാട്ടാകുസ്മേ പ്രബൽ നീയോങ്കെ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളോ അതിനെ ജയിക്കുകയില്ല. ദൈവത്തിൻ്റെയാണ് സഭ, ദൈവം അതിനെ പണിയുക തന്നെ ചെയ്യും. എത്ര എതിരാളികളുണ്ടെങ്കിലും എത്ര പേരതിനെ എതിർത്താലും ദൈവം തൻ്റെ സഭയെ പണിയും. ഞങ്ങളെ ഒത്തിരി പ്രതികൂലങ്ങളാണ്. ഞാൻ ഈ ഇടയ്ക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് പോലും ഞാനും വൈഫും പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ പോയിട്ട് തിരിച്ച് വരുമോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ മാഗിയും ഒക്കെ ഉണ്ടാക്കി കഴിക്കുമെന്ന് നിങ്ങൾ പഠിക്കണം. കാരണം പോയിട്ട് എപ്പോഴാണ് വരുമോ, ഇവരെപ്പോഴാണ് പിടിച്ചുകൊണ്ട് പോയി അകത്തിടുന്നതെന്ന് അറിയത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളും അതിനുവേണ്ടി തയ്യാറാവണം. നിങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാനും എടുക്കാനും ഒക്കെ പഠിക്കണം. അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ പലതും പ്രിപ്പയർ ചെയ്ത് അവരും അതിനു വേണ്ടിയൊക്കെ തയ്യാറായിട്ടിരിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, നോർത്ത് ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് എതിർപ്പുകളുണ്ടെങ്കിലും മറു സ്ഥലത്ത് ദൈവം ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ 2 ആഴ്ച മുമ്പും ഏകദേശം 8 പേരെ സ്നാനപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. ഒരു സ്ഥലത്ത് അവനെ എതിർത്തുകൊണ്ടിരിക്കുന്നു, ഒരു സ്ഥലത്ത് ദൈവം തൻ്റെ പ്രവൃത്തിയെ അയച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ വലിയ ഈ ദിവസങ്ങളിലുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്, ഞങ്ങൾ കർത്താവിൻ്റെ കൃപയാൽ കഴിഞ്ഞ 18 വർഷത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ഞങ്ങൾക്കൊരു നല്ല സ്ഥലം 2 വർഷം മുമ്പ് സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് നൽകി. നല്ലൊരു സ്ഥലം അവിടെ നൽകി. അതിനകത്തൊരു ചെറിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. എങ്കിലും അത് ഏകദേശം 10-50 വർഷം പഴയ ബിൽഡിങ്ങാണ്. ഞങ്ങളതൊന്ന് അവിടെ ഒരു നല്ലൊരു ആരാധനാലയവും നല്ലൊരു എന്താ കമ്മ്യൂണിറ്റി സെൻറ്റർ പോലെ പണിയാൻ താല്പര്യപ്പെടുന്നു. ഞാൻ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയെ ചോദിക്കുക. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ വാടകയ്ക്കൊക്കെ ഞങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ ലഭിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. ദൈവം തന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു ആരാധനാലയം പണിയണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, ഡൽഹി NCR എന്ന് പറഞ്ഞാൽ നാഷണൽ ക്യാപിറ്റൽ റീജിയനാണ്. ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഏരിയകൾ, ഇതുപോലെ ഫരീദാബാദ്, ഗുഡ്ഗാവ്, നോയിഡ, ഗാസിയാബാദ് ഇങ്ങനെ കിടക്കുന്ന സ്ഥലത്തെ എല്ലാം കൂടെ കേന്ദ്രീകരിച്ചുകൊണ്ട്
വെച്ചുകൊണ്ട് ഒരു 100ഓളം സഭകൾ സ്ഥാപിക്കണമെന്നുള്ള വലിയ ഒരു പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ തന്നിട്ടുണ്ട്. ഇതിനോട് കേന്ദ്രീകരിച്ചൊരു അറ്റ്ലീസ്റ്റ് 100 ചർച്ചെങ്കിലും ഞങ്ങൾ പൈനിയർ വർക്കുകൾ തുടങ്ങുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട്. അതിനുവേണ്ടി ഈ സമയം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. സർവശക്തനായ ദൈവം ഞങ്ങളെ അവിടെയെല്ലാം സുഭിക്ഷമായിട്ട് നടത്തുന്നു. ഞങ്ങൾക്കിപ്പം ഉള്ളതിൽ 25 ചർച്ചിൽ ഏകദേശം 10-15 ചർച്ചോളം സെൽഫ് സ്റ്റാൻഡിങ് ചർച്ചുകൾ, അവർ സ്വന്തമായിട്ട് തന്നെ നിലനിൽക്കുന്ന സഭകളാണ്. അവർക്കൊക്കെ ഹിന്ദി കൂട്ടായ്മകളാണെങ്കിലും അവരെല്ലാം അവരുടെ ചർച്ചിൻ്റെ വാടകകൾ കൊടുക്കാനുള്ള അവരുടെ പാസ്റ്റർമാരുടെ ആവശ്യങ്ങൾ നടക്കാനെല്ലാം ആ സഭയിൽ നിന്ന് തന്നെ കർത്താവ് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ സഭകൾ വളരേണ്ടതിന് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. പ്രത്യേക ക്രൈസ്റ്റ് ബ്ലസ്സസ് TV-യോടുള്ള നന്ദിയെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.